എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആശാനക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ്. അതായത് ചൂട് കൂടുന്നു, ഇടയ്ക്ക് വെച്ച് തണുപ്പായിരുന്നു, വീണ്ടും ചൂട് കൂടുന്നു. അപ്പോ മുഖക്കുരു എല്ലാവർക്കും വരുന്നുണ്ട്. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുരുപ്പുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർ അവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ സംശയങ്ങളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ശരീരത്തിൽ വേർക്കുരു എന്ന് പറയുന്ന സംഗതി ഒരുപാട് വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇളം ഇല വേപ്പില എടുക്കുക. അത് ഇളയതായിരിക്കണം, അതായത് പിഞ്ചായിരിക്കണം. പിഞ്ച് വേപ്പില എടുക്കുക. എടുത്ത് ലേശം വെള്ളം കലർത്തി നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. അടിച്ചതിന് ശേഷം അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കുഴാന്നിരിക്കും. അതിനെ നമ്മൾ പിന്നെ ഒരുപാട് ലൂസാക്കി അടിക്കരുത്, വളരെ നേർപ്പിച്ച് വേണം അടിക്കാനായിട്ട്. അപ്പോൾ കുഴ എന്ന പരുവത്തിൽ അടിച്ചെടുക്കുക. അതിന് തക്ക വെള്ളമേ ഉപയോഗിക്കാവൂ. എന്നിട്ട് ആ വെള്ളം നമ്മളുടെ വേർക്കുരു ഉള്ള ഭാഗത്ത് അരിച്ചെടുത്ത പിന്നെ വെള്ളത്തിനെ നമ്മളെ വേർക്കുരു ഉള്ള ഭാഗങ്ങളിൽ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയുക. ഒരു 2 ട്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി. അത് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പറയുന്നില്ല, അല്ലെങ്കിൽ ആരും ഓർത്ത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേർക്കുരു വരുന്ന ആളുകൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു, ഗുഡ് ബൈ.